നമ്മളങ്ങനെ അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ മുൻപിലെത്തിയിരിക്കുകയാണ്. 2024 പൂപ്പൊലി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുൻവശത്താണ് നിൽക്കുന്നത്. പൂപ്പൊലി കാണണമെങ്കിൽ വലിയവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ് ചാർജ് വരുന്നത്. രണ്ടാം ഗേറ്റിലൂടെ നമുക്ക് ടിക്കറ്റ് കൊടുത്തതിന് ശേഷം പൂപ്പൊലി ഗ്രൗണ്ടിലേക്ക് കടക്കാവുന്നതാണ്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് അവരവിടെ പൂപ്പൊലി എന്ന് എഴുതിയുള്ള വലിയൊരു ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ പുറമെ തന്നെ നമുക്ക് നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് കാണുന്ന ഒരു മാനിൻ്റെ സ്റ്റാച്ചു ആണ്. വളരെ മനോഹരമായിട്ട് തന്നെ അവർ മാനിൻ്റെ ഒരു സ്റ്റാച്ചു അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ ഒരു സ്റ്റാച്ചു നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷം അവർ പുതുതായിട്ടാണ് ഈ മാനിൻ്റെ സ്റ്റാച്ചു അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്ന ഈ പൂപ്പൊലിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഭൂഖണ്ഡങ്ങൾ കടന്നെത്തിയ പുഷ്പങ്ങൾ വരെ ഉണ്ട് എന്നാണ് ഇവിടുന്ന് പറയുന്നത്. പുഷ്പമേള ശരിക്കും ജനുവരി 1 മുതൽ ജനുവരി 15 വരെയാണ് കേട്ടോ നടക്കുന്നത്. 2024 നടക്കുന്ന ഈ പൂപ്പൊലിക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. പല നാടുകളും കടന്നെത്തിയ ഡാലിയ, ആസ്റ്റർ, സലേഷ്യ, സാൽവിയ, പെറ്റൂണിയ അങ്ങനെ വിവിധ തരത്തിലുള്ള വിവിധ വർണ്ണങ്ങളിലുള്ള ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെ വലിയൊരു ഉദ്യാനം തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്വന്തം ജമന്തി ചെടി, ജമന്തിയുടെ പല വിധത്തിലുള്ള കളറുകളുടെ ചെടികളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേ കൂടാതെ തന്നെ റോസാ ചെടികളുടെ വലിയൊരു ശേഖരം തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2023 പൂപ്പൊലിയിൽ ഇപ്പോഴീ കാണുന്ന ചെടികളുടെ സ്ഥലത്ത് നിറയെ ഡാലിക പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പല കളറിലുള്ള പല വർണ്ണത്തിലുള്ള ചെടികളായിരുന്നു. പച്ച, മഞ്ഞ, ചുവപ്പ് അങ്ങനെ പല രീതിയിലുള്ള ഡാലിക പൂക്കൾ നിറഞ്ഞ സ്ഥലമായിരുന്നു. അതിന് പകരം പുതിയ ചെടി വന്നിട്ടുണ്ട്. അത് വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഒരു 4-5 ദിവസത്തിന് ശേഷം വളരെ മനോഹരമായ രീതിയിൽ തന്നെ അവിടെ വിരിഞ്ഞു വരുന്നതാണ്. അപ്പോൾ അമ്പലവയലിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു വെള്ളിയാഴ്ച, ശനിയാഴ്ചയൊക്കെ ആ ഒരു ഡേറ്റിൻ്റെ സമയത്തൊക്കെ വരുന്നതായിരിക്കും നന്നാവുക. ഓൾമോസ്റ്റ് ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് മൊത്തം വിരിയുന്നതാണ്. വളരെ മനോഹരമായിരിക്കും എന്തായാലും കാണാൻ. 2024 നടക്കുന്ന ഈ ഒരു പൂപ്പൊലിക്ക് വളരെയധികം പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം 12 ഏക്കറിലാണ് ഈ വർണ്ണശബളമായ ഒരു ഉദ്യാനം ഇവരുടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെയധികം മനോഹരമായി നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന തരത്തിലുള്ള ഉദ്യാനവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവരൊരു സന്ദേശമൊക്കെ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. കാരണം കൃഷി ഉയരങ്ങളിലേക്ക് എന്നൊരു സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ ഇവരുടെ പൂന്തോട്ടം ഒരു പ്രത്യേക തരത്തിൽ ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡിസൈൻ എന്ന് പറയുന്നത് ലംബ രീതിയിലാണ് ഇവർ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു പൂപ്പൊലിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. 2023 നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലം നിറച്ചും പല തരത്തിലുള്ള കളറുള്ള ജമന്തി പൂക്കളായിരുന്നു. അതിനു പകരം ഈ തവണ ചെണ്ടുമല്ലിയാണ് വെച്ചിരിക്കുന്നത്. ചെണ്ടുമല്ലി ഒന്നും വിരിഞ്ഞിട്ടില്ല, മൊട്ടുകൾ ഇടുന്നേ ഉള്ളൂ. 4-5 ദിവസം കഴിഞ്ഞാൽ ചെണ്ടുമല്ലി നിറച്ചും വിരിയായിരുന്നു. നമ്മൾ ഗുണ്ടൽപേട്ടയൊക്കെ പോയി കാണുന്ന അതേ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത് കാണുമ്പോൾ. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് നിറച്ചും 2023 പല കളറുള്ള ലില്ലിപ്പൂക്കളുടെ ഒരു വനനിബിഡം എന്നൊക്കെ പറയില്ല, അതേപോലെയായിരുന്നു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. വളരെയധികം കളർഫുള്ളായ ലില്ലിപ്പൂക്കളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അതിന് പകരം ഇപ്പോൾ പലതരത്തിലുള്ള വേറെ ചെടികളും കാര്യങ്ങളൊക്കെയാണ്. ഒരു മയിലിനെ കാണാം. ആ മയിലിൻ്റെ ചിറകും കാര്യങ്ങളൊക്കെ വേറെ പലതരത്തിലുള്ള ഒരു പല തരത്തിലുള്ള കളറുള്ള ചെടികളും കാര്യങ്ങളൊക്കെ കൊണ്ട് വളരെയധികം അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ വർഷം നടക്കുന്ന പൂപ്പൊലിയിൽ വിവിധ തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഈ പരമ്പരാഗതമായി നടക്കുന്ന പൂന്തോട്ട സങ്കല്പങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയിട്ട് പല തരത്തിലുള്ള വെർട്ടിക്കൽ ഗാർഡനുകളൊക്കെ ഇവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ. രാത്രി വരുന്ന സമയത്ത് കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കാണാൻ. ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് പൂക്കളും കാര്യങ്ങളൊക്കെ കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. പിന്നെ താഴെ കാണുന്ന ആ ഒരു കുളത്തിൽ വാട്ടറിൻ്റെ ചെറിയ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ്. കുറച്ചും കൂടെ മനോഹരമായിരിക്കും. ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഇന്ന് തിരക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇനി വരും ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കുണ്ടാവും. പൂപ്പൊലിക്ക് പ്രദർശന സമയമൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെയാണ് പ്രദർശന സമയം. 10 മണിക്ക് ശേഷം ക്ലോസ് ചെയ്യുന്നതാണ്. വളരെ മനോഹരമായ ഡാലിക പൂക്കൾ കാണാം. പല കളറിലുള്ള പല വർണ്ണത്തിലുള്ള
ഡാലിക്കപ്പൂക്കൾ കാണാം. പണ്ട് കാലത്ത് ഡാലിക്കപ്പൂക്കളുടെ വലിയൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. വലിയ ഉദ്യാനം തന്നെയാണ് പണ്ട് കാലങ്ങളിലൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്രാവശ്യം ഡാലിക്കപ്പൂക്കൾ വളരെ കുറച്ച് മാത്രമാണ്, പല കളറുള്ള ഡാലിക്കപ്പൂക്കൾ വളരെ കുറച്ച് മാത്രമാണ് കാണുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ട് തന്നെ ഇവരുടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രവേശന ഫീസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. വലിയവർക്ക് 50 രൂപയാണ് കേട്ടോ വരുന്നത്, ചെറിയ കുട്ടികൾക്ക് 30 രൂപയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവർക്ക് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഇവരുടെ ഈ ഉദ്യാനത്തിൽ നടക്കുന്നുണ്ട്. അതിനെ പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ അടിപൊളിയായിട്ട് തന്നെ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന കുളത്തിൽ ഏറ്റവും പുറകിലായിട്ടൊരു കൈയുടെ സ്റ്റാച്ചു കാണാം, കൈപ്പത്തിയുടെ. ഇതാണ് ചലിക്കുന്ന സോളാർ പാനൽ. വളരെ മനോഹരമായിട്ട് തന്നെ ഇവരോട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോഴും ഡാലിക്കപ്പൂക്കളുടെ ഒരു വിവിധ കളറിലുള്ള ഡാലിക്കപ്പൂക്കളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇത്തവണ അവർ പുല്ല് പാകിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത്തവണ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും പല കളറിലുള്ള വയലറ്റ്, റെഡ്, പിന്നെ പല കളറുള്ള വൈറ്റ് ജമന്തി പൂക്കളുടെ ഒരു കൂട്ടം തന്നെ കാണാവുന്നതാണ്. വളരെ മനോഹരമായിട്ട് തന്നെ അവർ ആ ഒരു ജമന്തി പൂക്കളുടെ ഒരു കൂട്ടത്തെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പൂപ്പലിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം ഈ പൂപ്പലിയുടെ മാറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് 200ഓളം സ്റ്റാളുകളാണ് മേളയിൽ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജില്ലയ്ക്ക് പുറത്തു നിന്നും അമ്പലവയലിലേക്ക് പൂപ്പലേക്ക് കാണാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് KSRTC പ്രത്യേക സർവീസ് വരെ നടത്തുന്നുണ്ട് കേട്ടോ. ഇരുന്നൂറോളം സ്റ്റാളുകൾ ഈ മേളയിലുണ്ട്. ഈ സ്റ്റാളുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമുക്ക് വേണ്ടി ഒരു സാധനം മേടിക്കാൻ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ കടയിൽ നിന്നും കറക്റ്റ് ആൻസർ കിട്ടില്ല. അപ്പോൾ നമുക്കത് മേടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാളുകളിൽ പോയി കഴിഞ്ഞാൽ കമ്പനി നേരിട്ട് നടത്തുന്ന സ്റ്റാളായതുകൊണ്ട് നമ്മളുടെ സംശയത്തിനെല്ലാം ഒരു ഉത്തരം ഈ സ്റ്റാളുകളിൽ പോയി കിട്ടുന്നതാണ്. നമുക്ക് വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം മേടിക്കാനോ അല്ലെങ്കിൽ കാർഷികപരമായിട്ട് എന്തെങ്കിലും സാധനം മേടിക്കാനോ എന്ത് സാധനം ആയിക്കോട്ടെ, ഡയറക്റ്റ് കമ്പനി ഷോപ്പായതുകൊണ്ട് നമ്മുടെ പല സംശയങ്ങൾക്കും ഉത്തരം കിട്ടുന്നതാണ്. അതുകൊണ്ട് നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റാളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇവരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്നാം തീയതിയാണ് കേട്ടോ ഈ പൂപ്പൊലി 2024 ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. ഏകദേശം ഒരു 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് മൊത്തത്തിൽ സെറ്റാവുക. ലൈറ്റിൻ്റെയും പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. ബാക്കി സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ വരാനുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഒരു 4-5 ദിവസം കഴിഞ്ഞ ശേഷം മാത്രം വരിക. പിന്നെ അതേപോലെ തന്നെ മാനന്തവാടിയിൽ നിന്ന് അമ്പലവയലിലേക്ക് ഏകദേശം 29 കിലോമീറ്ററും ബത്തേരിയിൽ നിന്ന് അമ്പലവയലിലേക്ക് ഏകദേശം 10 കിലോമീറ്ററും കൽപ്പറ്റയിൽ നിന്ന് അമ്പലവയലിലേക്ക് ഏകദേശം 21 കിലോമീറ്ററുമാണ് ഇതിൻ്റെ ദൂരം വരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പുഷ്പ പ്രദർശന മേളയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യാന്തര പുഷ്പ പ്രദർശന മേളയാണ്. പലതരത്തിലുള്ള വളരെ മനോഹരമായ രീതിയിലുള്ള പലതരത്തിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ പുതിയ തരത്തിലുള്ള വന്നിട്ടുണ്ട്. നമുക്ക് ആർക്കും ഒരു നഷ്ടവും ഉണ്ടാകുന്നില്ല. നല്ല രീതിയിലുള്ള 50 രൂപ ആ ഒരു റേഞ്ചിലാണ് വലിയവർക്ക് വേണ്ടി വരുന്നത്. നമ്മൾ ഈ 50 രൂപ കൊടുത്ത് ഈ പൂപ്പൊലി കാണാൻ വന്നു കഴിഞ്ഞാൽ നടന്ന് നമ്മൾ ഏകദേശം ഒരു സൈഡാവുന്നതാണ്. അത്രയും ദൂരം നടക്കാനുണ്ട്. പല സ്ഥലങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 70 രൂപ 80 രൂപ കൊടുത്തിട്ടാണ് പൂപ്പൊലിയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷേ വളരെ മിതമായ നിരക്കിലാണ് ഈ പൂപ്പൊലി ഈ 2024 അമ്പലവയൽ നടക്കുന്നത്. എല്ലാവരും വന്ന് കാണേണ്ടതാണ്. പല സ്ഥലങ്ങളിൽ നിന്നും, നമ്മൾ കോഴിക്കോട് നിന്നാണെങ്കിലും താഴെ നിന്ന് മലപ്പുറത്ത് നിന്നാണെങ്കിലും പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാണാൻ. അത്രയും വളരെ മനോഹരമാണ്. ഇപ്പോൾ തിരക്ക് കുറവാണ്. വരും ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ തിരക്കുള്ള സമയത്ത് കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം, കുട്ടികളെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ വേറൊരു പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇവിടുത്തെ ഒറ്റ പൂ പോലും പറിക്കാൻ പാടുള്ളതല്ല. പൂ പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് 500 രൂപ ഫൈൻ ഈടാക്കുന്നതാണ്.
വളരെ കർശന നിയന്ത്രണമാണ്. പൂവിൽ തൊടാൻ വരെ നമുക്ക് അനുമതിയില്ല. അപ്പം ഈ പൂക്കളൊന്നും പറിക്കാതെ ഇതൊന്നും നശിപ്പിക്കാതെ വളരെയധികം വൃത്തിയോടുകൂടി തന്നെ നമുക്കിത് കൊണ്ട് നടക്കണം. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു കാരണവശാലും ഇവിടെ അനുവദിക്കുന്നില്ല എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇവിടെ കൊണ്ട് നടക്കുന്നത്. വയനാട്ടിലെ അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്ന ഈ വർണ്ണശബളമായ ഈ പൂപ്പലി ഓരോ വയനാട്ടുകാരനും അഭിമാനിക്കാവുന്ന നിമിഷമാണ് കേട്ടോ. വിനോദസഞ്ചാരികളുടെ ഒരു ഹബ്ബായി മാറിയിരിക്കുകയാണ് കേട്ടോ വയനാട്. വയനാട്ടിൽ ഏറ്റവും കൂടുതൽ 2023 ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളൊക്കെ വന്നത്. പലതരത്തിലുള്ള വർണ്ണശബളമായ പുഷ്പങ്ങളുടെ അമ്പരപ്പിക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമുക്ക് വയനാട് അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രം ഒരുക്കി വച്ചിരിക്കുന്നത്.